Welcome back to a new video. Today we start with a new chapter, Improper Integrals. Okay. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറയുമ്പോൾ നോർമലി അവിടെ ഒരു പ്രോപ്പർ ഇൻ്റഗ്രൽ ആദ്യം വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമല്ലോ, ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രലിനാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുക. സോ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പറയുന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉണ്ടല്ലോ. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ലിമിറ്റിലെ നമ്മൾ പറയുന്നുണ്ട്, ഡെഫിനിഷൻ പറയാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലിമിറ്റ് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എന്നാണ്. അതായത് ആ എയും ബിയും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ലിമിറ്റ് എയും ബിയും ഫൈനൈറ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഇൻ്റഗ്രൻ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഫങ്ഷന് ആ ലിമിറ്റിനകത്ത് ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രണ്ട് കണ്ടീഷനും വയലേറ്റ് അതിനെയാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണെങ്കിൽ നമ്മൾ നോർമൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ പ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ ഡെഫിനിഷൻ എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നോക്കാം. The integral from a to b f of x dx is called an improper integral if രണ്ട് കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ a equal to minus infinity or plus infinity or both. അതായത് ഇത്രയുള്ള ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു ലിമിറ്റ് അല്ലെങ്കിൽ രണ്ട് ലിമിറ്റും ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ എ എന്നുള്ളത് ഇൻഫിനിറ്റി ആവും, പ്ലസ് ഇൻഫിനിറ്റി ആവും, മൈനസ് ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ ബി പ്ലസ് ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ രണ്ടും പ്ലസ് മൈനസ് ഇൻഫിനിറ്റി ആവും. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ലിമിറ്റിലെങ്കിലും എന്ത് വരാം, ഇൻഫിനിറ്റി എന്ന് വരാം. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഓർ പ്ലസ് ഇൻഫിനിറ്റി ഓർ ബോത്ത്, ദാറ്റ് ഈസ് ഓൺ ഓർ ബോത്ത് ഇന്റഗ്രേഷൻ ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും, ആ ഇന്റഗ്രൽ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രലാണ്. അതിൽ തന്നെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റി ആവാന്ന് പറഞ്ഞാൽ ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് അൺബൗണ്ടഡ് എന്ന് പറയും നമ്മൾ കേട്ടോ. ഒന്നല്ലെങ്കിൽ ലിമിറ്റ് ഇൻഫിനിറ്റി ആവാന്ന് പറയാം, അതല്ലെങ്കിൽ ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് അൺബൗണ്ടഡ്. ഇന്റഗ്രേഷൻ ആ ഇന്റർവെൽ എന്ന് പറയുന്നത് അൺബൗണ്ടഡ്, ഇൻഫിനിറ്റി ആണെന്നുള്ളത് അൺബൗണ്ടഡ്, ആ ഒരു മീനിങ് തന്നെ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് അൺബൗണ്ടഡ് അറ്റ് വൺ ഓർ മോർ പോയിന്റ്സ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ. തന്നിട്ടുള്ള ഇന്റർവെല്ലിനകത്ത് ആ ഫംഗ്ഷൻ എന്താവാ, അൺബൗണ്ടഡ് ആവാം. നമുക്ക് ചെക്ക് ചെയ്യാം, എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടെ ആവണം എന്നില്ല, ഏതെങ്കിലും ഒന്നായാൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമ്മൾ എന്താ പറയും, ആ ഇന്റഗ്രൽ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഒന്നല്ലെങ്കിൽ ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ അൺബൗണ്ടഡ് ആവാം, അതല്ലെങ്കിൽ ആ ഗിവൺ ഇന്റർവെല്ലിനകത്ത് ആ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവാം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ഇന്റഗ്രലിനെ നമ്മൾ എന്ത് പറയും, ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് പറയും. അപ്പോൾ ഇതിൽ തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് ആൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് വരുന്നുണ്ട്. അപ്പം അത് ഇവിടെ തന്നെ ക്ലാസിഫൈ ചെയ്യണം. അതായത് ഈ ഫസ്റ്റ് കണ്ടീഷനാണ് ഇന്റഗ്രൽ വിത്ത് ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ അൺബൗണ്ടഡ് ആണെങ്കിൽ, ആ ഒരു ഇന്റഗ്രൽ നമ്മൾ പറയുന്ന പേരാണ് integrals over unbounded intervals or improper integrals of first kind. Okay, ഈ ഫസ്റ്റ് കണ്ടീഷനാണ് അവിടെയുള്ളതെങ്കിൽ ആ ഗിവൺ ഇന്റഗ്രൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ്, അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ അല്ലെങ്കിൽ രണ്ട് ലിമിറ്റോ എങ്ങോട്ടെങ്കിലും ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ്, അതല്ലെങ്കിൽ ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റഗ്രൽസ് എന്ന് പറയും, അൺബൗണ്ടഡ് ഇന്റർവെൽസ് എന്ന് പറയും. ഇനി സെക്കൻഡ് കണ്ടീഷനാണ് അവിടെ അല്ലേ, ഒരു ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ആണ്, ആ ഗിവൺ ഇന്റർവെലിനകത്ത് ആ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, integrals of unbounded functions. Or improper integral of second kind. Okay.
അപ്പോൾ ഇന്റഗ്രേഷന്റെ ഏതെങ്കിലും ഒരു ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്, അതല്ലെങ്കിൽ ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റർവെൽസ് എന്ന് പറയും. അതല്ല ആ ഫംഗ്ഷൻ ആ ഗിവൺ ഇന്റർവെലിനകത്ത് അൺബൗണ്ടഡ് ആണെങ്കിലും അതിന് ഇന്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. ഇനി എന്താണ്, ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ എഴുതി. ഇനി ഈ രണ്ട് കണ്ടീഷനും ഉള്ള ഒരു ഇന്റഗ്രൽ ആണെങ്കിൽ, അതായത് ലിമിറ്റ്സിൽ ഇൻഫിനിറ്റി വരുന്നുണ്ട്, ആ ഫംഗ്ഷനും എന്താണ് അൺബൗണ്ടഡ് ആണ്, ഇന്റർവെൽസും അൺബൗണ്ടഡ് ആണ്, ഫംഗ്ഷനും അൺബൗണ്ടഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയും. ഓക്കെ, integrals with condition 1 and 2 are called improper integrals of third kind. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് തന്നെ ഇന്റഗ്രേഷന്റെ ലിമിറ്റിൽ ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഇന്റഗ്രേഷൻ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ഫംഗ്ഷന് ആ ഗിവൺ ഇന്റർവെലിനകത്ത് നമുക്ക് എന്താണ് അൺബൗണ്ടഡ് ആയി കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ആ ഇന്റഗ്രൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. ഈ രണ്ട് കണ്ടീഷനും ലിമിറ്റും അൺബൗണ്ടഡ് ആണ്, ഫംഗ്ഷനും അൺബൗണ്ടഡ് ആണെങ്കിൽ അതിന് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സോ ഈ മൂന്ന് കൈൻഡിലും വരുന്ന കുറച്ച് ഇന്റഗ്രൽസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ ഫ്രം 1 to infinity ln x by x square. സോ ഇവിടെ ക്ലിയർ ആണ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഒരു ലിമിറ്റ് ഇൻഫിനിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഫസ്റ്റ് കൈൻഡ് ആണ് അല്ലെ, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. അതുപോലെ തന്നെ ഫംഗ്ഷൻ എന്താണ്, ഇവിടുത്തെ ഇന്റഗ്രന്റ് എന്താണ്, ln x by x square ആണ്. സോ here the integrand is undefined only at x equal to 0. x equal to 0 മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഇന്റഗ്രന്റ് അൺബൗണ്ടഡ് ആവുന്നത്. പക്ഷെ x equal to 0 ഈ ഇന്റർവൽ 1 to infinity വരുമോ? 0 does not belongs to 1 to infinity. അപ്പോൾ അതുകൊണ്ടല്ല ഈ ഫംഗ്ഷൻ എന്തല്ല സെക്കൻഡ് കൈൻഡ് അല്ല, ഈ ഒരു ഇന്റഗ്രന്റ് എന്തല്ല സെക്കൻഡ് കൈൻഡ് അല്ല. ഇതെന്താണ് അപ്പോൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് മാത്രമേ ആവുള്ളൂ. പ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഓക്കെ, ക്ലിയർ ആയിരിക്കും. ഈ ഒരു ലിമിറ്റ് എന്താണ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പക്ഷെ ഫംഗ്ഷൻ എന്താണ്, ഗിവൺ ഇന്റർവെലിനകത്ത് ത്രൂ ഔട്ട് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് ഗിവൺ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കി, ഇന്റഗ്രൽ ഫ്രം 1 to infinity raised to -5x dx. ഹിയർ ആൾസോ ദ അപ്പർ ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റ്. സോ എന്താണ്, ഇന്റഗ്രൽ ഈസ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് raised to -5x ആണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് എവരിവെയർ ഇൻ ദ ഗിവൺ ഇന്റർവൽ. സോ ഇറ്റ് ഈസ് improper integral of first kind തന്നെയാണ്. ഓക്കെ, then next one, integral from -infinity to -2 dx divided by x square minus 1. ഇവിടെ എന്താണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -infinity ആണ്. ഓക്കെ, അപ്പോൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആവും. പിന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2/x square minus 1 അല്ലെ. x square minus 1 എപ്പോഴാണ് അൺഡിഫൈൻഡ് ആവുക, x equal to +or-1 മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ എന്താവുള്ളൂ, അൺഡിഫൈൻഡ് ആവുള്ളൂ അല്ലെ. x equal to +1 കൊടുക്കുമ്പോഴും 0 ആയിരിക്കും, x equal to -1 കൊടുക്കുമ്പോഴും 0 ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഇന്റർവെൽ നോക്കൂ, -infinity to -2 വരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. -infinity to -2 വരെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല, +1ഉം -1ഉം ഈ ഇന്റർവെലിനകത്ത് വരില്ല. സോ ഗിവൺ ഇന്റർവെലിനകത്ത് എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്, എവിടെയും അൺബൗണ്ടഡോ അൺഡിഫൈൻഡോ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇന്റഗ്രൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, ലിമിറ്റിൽ ഒരു ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആവും. നെക്സ്റ്റ് വൺ നോക്കൂ, ഇന്റഗ്രൽ ഫ്രം 0 to 4 dx by x minus 3. ഓക്കെ, ഇവിടെ ക്ലിയർ ആണ്, ലിമിറ്റ് എന്താണ്, ഫൈനൈറ്റ് ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് അല്ല. ബട്ട് ഇന്റഗ്രന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്, 1/x minus 3 ആണ്. 1/x minus 3 is undefined at x equal to 3 അല്ലെ. x equal to 3 എന്താണ്, ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. ആൻഡ് x equal to 3 belongs to the given interval 0, 4. ഈ ഗിവൺ ഇന്റർവെലിനകത്ത് ഈ ഒരു ഫംഗ്ഷൻ x equal to 3 അൺബൗണ്ടഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ്
second kind. Okay. The last one നോക്കൂ, integral from 0 to infinity e raised to minus x divided by x minus 2 dx. ഇവിടെ എന്താണ്? അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, അതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. പിന്നെ പറയുന്നത് ഫംഗ്ഷൻ എന്താണ്? ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് 2. ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് ആയിട്ട് എക്സ് ഈക്വൽ ടു 2 അല്ലെ. എക്സ് ഈക്വൽ ടു 2 ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 2 എവിടെ വരും ചെയ്യുന്നുണ്ട്? ഇറ്റ് ബിലോങ്സ് ടു ദ ഗിവൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവലിനകത്ത് ഈ 2 എന്നുള്ള പോയിന്റ് വരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് ഓൾറെഡി പറഞ്ഞു, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട്. പിന്നെ എക്സ് ഈക്വൽ ടു 2 ഈ ഫംഗ്ഷൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഈക്വൽ ടു നമുക്ക് ഗിവൺ ഇന്റർവെല്ലിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും ആണ്. ഇതെന്താണ്? പ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ്. അൺബൗണ്ടഡ് ഇന്റർവെൽസും ആണ്, അൺബൗണ്ടഡ് ഫംഗ്ഷനുമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ കൺസെപ്റ്റ് വരുന്നത്. ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ് ആൻഡ് തേർഡ് കൈൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഈ 3 കൈൻഡിലുള്ള ഇന്റഗ്രൽസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്തെന്ന് നോക്കാം, ഹൗ ടു സോൾവ് എ ഫസ്റ്റ് കൈൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ. അതായത് ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റർവെൽസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റർവെൽസ് ഇവിടെ ക്ലിയർ ആയിട്ട് ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. നമ്മൾ ആ ഇന്റഗ്രലിനെ ഇൻ ടേംസ് ഓഫ് ലിമിറ്റിൽ എഴുതുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ ലിമിറ്റും വരുന്നുണ്ട്, ഒരു ഫൈനൈറ്റ് ഇന്റഗ്രലും വരും. നമുക്കുള്ളത് ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. ആ ഇംപ്രോപ്പർ ഇന്റഗ്രലിനെ ഇൻ ടേംസ് ഓഫ് ഒരു ഫൈനൈറ്റ് ഇന്റഗ്രലും ലിമിറ്റും കൂടെ ആക്കി എഴുതിയിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നോർമൽ നമ്മൾ ചെയ്യുന്ന ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉണ്ടല്ലോ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യാൻ അറിയണം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്തിട്ട് അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാനും ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യാൻ അറിഞ്ഞാലും മതി, അല്ലാതെ ഇതിൽ പുതുതായിട്ടൊന്നും വരുന്നില്ല. ഫസ്റ്റ് കേസ് 3 കേസായിട്ടാണ് നമ്മൾ എന്താണ് പറയുന്നത്. ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് തന്നെ എന്താണ്? ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റിൽ ഇൻഫിനിറ്റി വരാം, ലോവർ ലിമിറ്റിൽ ഇൻഫിനിറ്റി വരാം. എന്താണ്? രണ്ടും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻഫിനിറ്റി വരാം. ആ 3 കേസാക്കിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ പറയുന്നത്. നമുക്ക് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്ന ലിമിറ്റിനകത്ത് ഇൻഫിനിറ്റി വരാം അല്ലെ, അതാണ് നമ്മൾ പറയുന്നത് ഇന്റർവെൽ അൺബൗണ്ടഡ് ആവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം 3 കേസും വരാം. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആവാം, അതല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി വരാം, അതല്ലെങ്കിൽ 2 ലിമിറ്റും ഇൻഫിനിറ്റി വരാം. അപ്പം 3 ഡെഫിനിഷൻ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. സപ്പോസ് ദാറ്റ് ഫോർ എ ഫിക്സഡ് എഫ് ഈസ് ഇന്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഫോർ ഓൾ ബി ഗ്രേറ്റർ ദാൻ എ വി ഡിഫൈൻ ഇന്റഗ്രൽ ഫ്രം എ ടു ഇൻഫിനിറ്റി f of x dx is equal to limit b tends to infinity integral from a to b f of x dx. If the limit on the right hand side is finite, we say that the improper integral converges and the limit is the value of the integral. If the limit fails to exist, the improper integral is said to diverge. സോ ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി വരുന്ന കേസാണ്. അപ്പൊ നമ്മൾ അവിടെ സിമ്പിൾ ആയിട്ട് ഇത്രേ ചെയ്യുന്നുള്ളൂ. എ എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും, ലോവർ ലിമിറ്റ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും, നമുക്ക് അപ്പർ ലിമിറ്റ് ആണ് എന്താണ് ഇൻഫിനിറ്റി ഉണ്ടാവുക. അപ്പൊ അവിടെ എ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് അത് എടുക്കും. അപ്പർ ലിമിറ്റിൽ ബി എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഫൈനൈറ്റ് നമ്പർ എടുക്കും നമ്മൾ, എ ടു ബി. ഈ എ എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇന്റഗ്രൽ ഫ്രം 1 to infinity f of x dx എന്നുള്ള രീതിയിലാണ് നമുക്ക് f of x തന്നിട്ടാണ് പ്രോബ്ലം ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിമിറ്റ് ഇവിടെ ഏതാണ്, ഇപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റ് ആണ് നമുക്ക് ഇൻഫിനിറ്റി ഉള്ളത്, അതിന് ജസ്റ്റ് ബി എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ദെൻ എന്താണ് ലോവർ ലിമിറ്റ് എന്താണ് തന്നിട്ടുള്ളത് അത് കൊടുക്കുക 1, ആൻഡ് അപ്പർ ലിമിറ്റിൽ ജസ്റ്റ് ഈ ബി കൊടുക്കുക 1 to b f of x dx. അതായത് ഇതിപ്പോൾ ഒരു ഫൈനൈറ്റ് ഇന്റഗ്രലായി നമ്മളെപ്പോഴും ചെയ്യുന്ന നമ്മുടെ ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. കാരണം രണ്ടിടത്തും ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. 1 എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്, ബി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. ഈ ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആയിരിക്കണം ആദ്യ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇന്റഗ്രൽ ഫ്രം 1 to b f of x dx ചെയ്യും. നോർമൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന പോലെ ചെയ്യും. ചെയ്തിട്ട്
അതിൽ ബി വരെയുള്ള ആ ബിക്ക് ലാസ്റ്റ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തെറ്റാണെന്നില്ല. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ നോക്കിയാൽ മതി. ഇന്റഗ്രൽ ഫ്രം 1 to ഇൻഫിനിറ്റി, ഇത് ഇവിടെയുള്ള ക്വാണ്ടിറ്റി ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അതിനൊരു ഇന്റഗ്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഫൈനൈറ്റ് നമ്പർ ബി എന്ന് എഴുതി ദെൻ ആ ബിനെ ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. So integral from 1 to infinity f of x dx is equal to limit b tends to infinity integral from 1 to b f of x dx. ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്താണ്. സോ ഡെഫിനിഷൻ പറയുന്നത് ഇന്റഗ്രൽ ഫ്രം a to infinity f of x dx is equal to limit, ഇവിടെ എന്തെടുക്കാം, അപ്പർ ലിമിറ്റ് ആണെങ്കിൽ അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് b tends to infinity integral from a to b f of x dx. പിന്നെ ഇതേപോലെ ലോവർ ലിമിറ്റിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇൻഫിനിറ്റി, ഇപ്പോൾ ലോവർ ലിമിറ്റിൽ നമ്മളെപ്പോഴും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോർമുല ആയതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഇപ്പൊ ബി നമുക്ക് തന്നിട്ട് ഇവിടെ 1 തന്നില്ലേ, ലോവർ ലിമിറ്റ് ഗിവൺ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ബി എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ഗിവൺ ആയിരിക്കും. ഓക്കെ, അത് അതുപോലെ തന്നെ എഴുതും നമ്മൾ അപ്പർ ലിമിറ്റിൽ. ലോവർ ലിമിറ്റിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തപ്പോൾ എ എന്ന് എഴുതുക. ദെൻ ആ എനെ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതേ ബൈ ഡെഫിനിഷൻ നോക്കൂ, ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ക്ലിയർ അല്ലേ? എന്താണോ നമ്മൾ ജസ്റ്റ് അതിനൊരു ഫൈനൈറ്റ് ഇന്റഗ്രൽ ആക്കിയിട്ട് എഴുതുന്നു, പ്ലസ് ഏത് ഭാഗത്താണോ ലിമിറ്റ് ഈ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് അതിനെ ലിമിറ്റ് ആക്കിയിട്ട് എഴുതാം. അത്രേ ഉള്ളൂ ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് രണ്ട് ഭാഗത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻഫിനിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇതെന്താണ്? ഇത് ഇതുപോലെയാണ്, ഇത് ഇതുപോലെയാണ് അല്ലെ. ഇവിടെ ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ അപ്പർ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി, ആ ഒരു ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, ഇവിടെ ലോവർ ലിമിറ്റ് ആണ് ഇൻഫിനിറ്റി ഉള്ളത്. സോ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഫ്രം എ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇവിടെ എന്താ പറ്റും നമുക്ക് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ആദ്യം എഫ് ഈസ് ഇന്റഗ്രബിൾ ഓൺ എ ബി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ എഴുതണം. ഞാൻ ഇക്വേഷൻസ് മാത്രം ഒന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഇന്റഗ്രലിനെ ഈ ഒരു ലിമിറ്റിന്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ ലിമിറ്റിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ കൺവേർജന്റും ഡൈവേർജന്റും ആണ് പറയാം. അപ്പോൾ ഈ ഒരു ലിമിറ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, എല്ലാ കേസിലും ചിലപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിക്കോളുന്നില്ല, ചില കേസിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഇംപ്രോപ്പർ ഇന്റഗ്രൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ലിമിറ്റ് വാല്യൂ ആണെന്ന് പറയാൻ പറ്റും. സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലിമിറ്റിന് ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് കൺവേർജന്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ദി ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് ദി വാല്യൂ ഓഫ് ദി ലിമിറ്റ് എന്ന് പറയും. അതായത് 3 കേസിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഈ ലിമിറ്റിന് ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രലും കൺവേർജന്റ് ആണ്, ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ലിമിറ്റ് വാല്യൂ ആണെന്ന് പറഞ്ഞു. പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷനും ലിമിറ്റ് അപ്ലൈ ചെയ്യാനാണ് അറിയേണ്ടത്. ഇവിടെ ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പുതുതായിട്ട് വരുന്നത്. ഇന്റഗ്രേഷൻ എങ്ങനെ വന്നാലും ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമുക്ക് ചെയ്യാൻ അറിയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1 to infinity dx by x cube അല്ലെ. സോ അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി വന്നിട്ടുള്ളത്. ബൈ ഡെഫിനിഷൻ we have
ജനറൽ ആയിട്ടുള്ളതൊന്ന് എഴുതും. ജസ്റ്റ് ഇന്റഗ്രൽ ഫ്രം a to infinity f of x dx is equal to എന്നാണ് പറയുന്നത് ലിമിറ്റ് b tends to infinity integral from a to b f of x dx. Okay, so അങ്ങനെ ഇത് നമുക്ക് ഇവിടെ given that നമുക്ക് ചെയ്യാനുള്ള ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഫ്രം 1 to infinity dx by x cube ആണ്. സോ ഇതുപോലെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ ഫ്രം ഇവിടെ 1 ആണ്. സോ 1 to b ചെയ്യാൻ ഇന്റഗ്രൽ ഏതാണ്? 1 by x cube dx എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്താം? 1 by x cube എന്നുള്ളതിന് നമുക്ക് x raised to minus 3 എന്ന് എഴുതാം. ഇത് കാലം ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല കേട്ടോ, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രൽ ചെയ്യാണ്. x raised to minus 3 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽ ഓഫ് x raised to minus 3 എന്താണ്? x raised to minus 3 plus 1 divided by minus 3 plus 1 ആണ് കേട്ടോ. അപ്പൊ ചെയ്യാൻ ഞാൻ x raised to minus 3 plus 1 divided by minus 3 plus 1 from 1 to b എന്ന് കൊടുക്കണം. ഓക്കെയാണോ? സോ കൊടുത്ത എന്ത് വരും? ലിമിറ്റ് b tends to infinity minus 3 plus 1 എന്ന് പറഞ്ഞാൽ എന്താണ് ശരി വരിക? -2 എന്നാണ് വരിക. അപ്പോൾ 1 by -2 ഞങ്ങൾ ഔട്ട് സൈഡ് എടുത്ത് ഞാൻ കേട്ടോ. -1 by 2 കോൺസ്റ്റന്റ് ആണല്ലോ. -1 by 2 ഞങ്ങൾ ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഇവിടെ എന്തുണ്ട്? x raised to -2 എന്ന് വരും. ദാറ്റ് ഈസ് 1 by x square അല്ലേ? x raised to -2 എന്ന് പറഞ്ഞാൽ 1 by x square from 1 to b എന്ന്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഡിവൈഡ് ബൈ -1 by 2 എന്ന് പറയുന്നത് ഇൻറ്റു -1 by 2 എന്ന് പറയുന്ന ഔട്ട് സൈഡ് എടുത്തു. ബാക്കി x raised to -2 എന്നായപ്പോൾ അതിന് 1 by x square എന്ന് എഴുതി. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് b tends to infinity ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കൊടുക്കാം. ലിമിറ്റ് b tends to infinity 1 by b square മൈനസ് x ന് 1 കൊടുത്താൽ 1 by 1 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും അല്ലേ? -1 by 2 ഇൻറ്റു ലിമിറ്റ് b tends to infinity 1 by b square minus 1 എന്ന് വന്നു. സോ -1 by 2 ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താ വരാം? ലിമിറ്റ് b tends to infinity അല്ലേ? ലിമിറ്റ് n tends to infinity 1 by n square എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ലിമിറ്റ് n tends to infinity 1 by n എന്ന് പറഞ്ഞാലും 1 by n square എന്ന് പറഞ്ഞാലൊക്കെ തന്നെയാണ് 0 ആണ്. സോ ലിമിറ്റ് b tends to infinity 1 by b square മൈനസ് ലിമിറ്റ് b tends to infinity 1 എന്ന് വരും. 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. സോ അത് 1 തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് 0 മൈനസ് 1 വരും. സോ -1 by 2 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു +1 by 2 ഈസ് ദി ഫൈനൽ ആൻസർ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് പിന്നെ ഇവിടെ നോർമൽ 1 by x ക്യൂബ് നോർമലായിട്ട് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്ത് വന്നിട്ട് ആ ലിമിറ്റ് അപ്ലൈ ചെയ്തു ഇവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫോം തന്നെയുള്ളതാണ്. ഇന്റഗ്രൽ ഫ്രം 0 to infinity 16 into tan inverse x divided by 1 plus x square dx. ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് അപ്പർ ലിമിറ്റിലാണ്. സോ ഈ അപ്പർ ലിമിറ്റ് b ആയിട്ട് എടുത്താൽ ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ ഫ്രം 0 to b 16 tan inverse x divided by 16 tan inverse x divided by 1 plus x square dx. ഓക്കെ, ഇതിനെ വന്നു. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ 16 കോൺസ്റ്റന്റ് ആണല്ലോ, അതിലങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. ദെൻ ഇവിടെ എന്താണ് ശരിക്കും? tan inverse x ന് നമ്മൾ u എന്ന് എടുക്കുകയാണെങ്കിൽ put u is equal to tan inverse x. ഓക്കെ, അപ്പൊ du by dx എന്ന് പറയുന്നത് എന്താണ്? 1 by 1 plus x square അല്ലേ? അതുപോലെ തന്നെ ലിമിറ്റും കൂടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ലിമിറ്റും കൂടെ മാറ്റണം കേട്ടോ, മാറിപ്പോകരുത്. എന്താണ്? u is x is equal to 0 ആണെന്ന് പറഞ്ഞാൽ x equal to 0 implies that u is equal to tan inverse of 0 എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ്? 0 ആണ്. ആൻഡ് x equal to b എന്ന് കൊടുത്താൽ u എന്ന് കിട്ടും നമുക്ക് tan inverse of b എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ tan inverse x ന് u എന്ന് കൊടുത്തു. സോ du by dx എന്ന് പറഞ്ഞാൽ 1 by 1 plus x square എന്ന് കിട്ടും.
ലിമിറ്റും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ x ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ u ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു b എന്ന് കൊടുത്താൽ u ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് b എന്ന് കിട്ടും നമുക്ക്. സോ ഇവിടെ d എന്താണ്? അപ്പോൾ ശരിക്കും du ബൈ dx ഈക്വൽ ടു 1/1 പ്ലസ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ du ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് x സ്ക്വയർ dx എന്ന് വരും അല്ലേ. പിന്നെ ഇത്രയും കൊടുക്കാൻ 16 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ. ദെൻ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് അതുപോലെ തന്നെ ലിമിറ്റിൽ നമ്മൾ തൊട്ടിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്റഗ്രലാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തത്. സോ ഇവിടെ ഇനി x ഫ്രം 0 ടു b എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? u ഫ്രം 0 ടു tan ഇൻവേഴ്സ് ഓഫ് b അല്ലേ. 0 ടു tan ഇൻവേഴ്സ് ഓഫ് b. tan ഇൻവേഴ്സ് എക്സിനെയാണ് നമ്മൾ എന്തെന്നെടുത്തത്? u എന്നെടുത്തു. ആൻഡ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ജസ്റ്റ് ഡി യു എന്ന് അല്ലെ. 16 ആദ്യം ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ യു എന്ന് പുട്ട് ചെയ്തു. ദെൻ ഡി യു ബൈ ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നാണ്. സോ അതിന് നമ്മൾ ടോട്ടലായിട്ട് ഡി യു എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഇന്റഗ്രൽ ഒന്ന് ചെയ്യാം. ഓക്കെ, 16 ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു സ്ക്വയർ ബൈ 2 ഫ്രം 0 ടു ടാൻ ഇൻവേഴ്സ് ബി. ഓക്കെ, ഇനി ലിമിറ്റ് ഈ ആദ്യം ഇന്റഗ്രലിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 1/2 എന്നുണ്ട്. അതിന് കോൺസ്റ്റന്റ് അതിന് ഔട്ട് സൈഡ് എടുത്താൽ 16/2 എന്ന് വരും. ദാറ്റ് ഈസ് 8 എന്ന് വരും കേട്ടോ. 8 ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ എന്താണ്? ടാൻ ഇൻവേഴ്സ് യുക്ക് ടാൻ ഇൻവേഴ്സ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ബി സ്ക്വയർ മൈനസ് യുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് തന്നെയാണ് വരിക. ക്ലിയർ ആണല്ലോ? യുക്ക് ടാൻ ഇൻവേഴ്സ് ബി എന്ന് കൊടുത്തപ്പോൾ ടാൻ ഇൻവേഴ്സ് ബി ഹോൾ സ്ക്വയർ എന്ന് വന്നു. യുക്ക് 0 കൊടുക്കുമ്പോൾ 0 വന്നു. ബട്ട് വി നോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ടാൻ π/2 എന്താണ് നമ്മൾ പറയുന്നത്? ടാൻ π/2 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ്. അതുപോലെ തന്നെ ടാൻ ഓഫ് മൈനസ് π/2 ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് കേട്ടോ. ഇതാണ് റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കുക. പഠിച്ചതാണ്. ടാൻ π/2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ടാൻ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ തിരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ π/2 ആണെന്നും പറയണം. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് π/2 ആണ് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത് ഇടയ്ക്ക് പ്രോബ്ലംസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു π/2. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് π/2. സോ നമ്മൾ ഇനിവിടെ 8 ഇൻറ്റു ഇനി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ഹോൾ സ്ക്വയർ എന്നല്ല. അപ്പം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടാൻ ഇൻവേഴ്സ് ഓഫ് ബി എന്നുള്ളടുത്ത് ഇൻഫിനിറ്റി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണ്. ദാറ്റ് ഈസ് π/2 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ദാറ്റ് ഈസ് 8 ഇൻറ്റു π സ്ക്വയർ ബൈ 4. ദാറ്റ് ഈസ് 2 π സ്ക്വയർ. ഓക്കെ, അപ്പം നമ്മൾ ലിമിറ്റ് വാല്യൂ എന്താണെന്ന് കിട്ടി? 2 π സ്ക്വയർ ആണെന്ന് കിട്ടി. സിൻസ് ദ ലിമിറ്റ് ഈസ് ഫൈനൈറ്റ്, the given improper integral is convergent and has the value π സ്ക്വയർ. ഓക്കെ, ഇപ്പം ഇൻ്റഗ്രേഷൻ ചെയ്തിടത്ത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിനെ യു ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഡി യു എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ അവിടെ ആ ഒരു ലിമിറ്റിനെയും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. ഇവിടുത്തെ ഇൻ്റഗ്രേഷനിലുള്ള ലിമിറ്റും കൂടെ അതനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ചേഞ്ച് ചെയ്യണം. ദെൻ പിന്നെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. Given that integral from minus infinity to 0 theta into e raised to theta d theta. Okay, then by definition നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ഇവിടെ എന്താണ്? ലോവർ ലിമിറ്റിലാണത്. സോ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം എ ടു 0 തീറ്റ e raised to theta d theta. ഓക്കെ, ലോവർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി വന്നിട്ടുള്ളത്. സോ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം എ ടു 0 തീറ്റ ഇൻറ്റു ഇ റേസ് ടു തീറ്റ ഡി തീറ്റ. ഓക്കെ,
അപ്പോൾ ഞാൻ ഇതിവിടെ വെക്കുന്നത് വേണമെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇട്ട് കൊടുക്കാം. ലിമിറ്റ് ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. ആദ്യം ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ലിമിറ്റ് ലാസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്റഗ്രൽ ഫ്രം എ ടു, അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഈ ലിമിറ്റ് എഴുതേണ്ടതെന്നുള്ള ബുദ്ധിമുട്ടിനാണ്. സോ ഇന്റഗ്രൽ ഫ്രം എ ടു 0 തീറ്റ ഇ റൈസ് ടു തീറ്റ ഡി തീറ്റ എന്താണ് സിംപ്ലി നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നൊരു പോളിനോമിയലും ഒന്നൊരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ് വന്നിട്ടുള്ളെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഫസ്റ്റ് ആയിട്ടും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ സെക്കൻഡ് ആയിട്ടും വരുന്ന രീതിയിൽ നമ്മൾ അതിനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് എപ്പോഴും. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഒന്ന് പോളിനോമിയലും ഒന്ന് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ആണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷനെ ഫസ്റ്റ് ആയിട്ട് എടുക്കുക, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ സെക്കൻഡ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു തീറ്റ തന്നെ വരും എ ടു 0. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷനാണ്. എത്ര റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും വീണ്ടും ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇന്റഗ്രൽ ചെയ്യുന്നത് സെക്കൻഡ് ഫംഗ്ഷനാണ്, പക്ഷെ എങ്കിൽ പോലും ആ ലിമിറ്റ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടോട്ടലായിട്ടാണ്. എല്ലാവരും ഇവിടെ പോയിട്ട് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെയല്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഒന്നിച്ചാണ്. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് തീറ്റ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എ റൈസ് ടു തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് തീറ്റയ്ക്കുള്ള 0 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്നാവും. ദെൻ എ കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു എ എന്നുണ്ടാവും കേട്ടോ. എ ഇൻറ്റു ഇ റൈസ് ടു എ മൈനസ് ഇവിടെ എന്താ പറയുക ഇന്റഗ്രൽ ഫ്രം എ ടു 0 ഇ റൈസ് ടു തീറ്റ ഡി തീറ്റ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഇ റൈസ് ടു തീറ്റ എന്ന് വരും, ഫ്രം എ ടു 0 എന്ന് വരും. ഓക്കെ, ദെൻ മൈനസ് എ ഇ റൈസ് ടു എ മൈനസ് ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0 മൈനസ് ഇ റൈസ് ടു എ എന്ന് വരും. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ നമ്മൾ അതിന് ആദ്യം എഴുതുന്നു. അതിവിടെ മൈനസ് എ ഇ റൈസ് ടു എ, ഇ റൈസ് ടു 0 1 മൈനസ് 1, ഇവിടെ ഇ റൈസ് ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇ റൈസ് ടു എ എന്ന്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ഇ റൈസ് ടു എനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് 1, ഈ ടൈമിൽ 1 ഉണ്ടാവും, ഈ ടൈമിൽ ഒരു മൈനസ് എ ഉണ്ടാവും. സോ ഇ റൈസ് ടു എ ഇൻറ്റു 1 മൈനസ് എ മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇന്റഗ്രൽ ഫ്രം എ ടു 0 തീറ്റ ഇ റൈസ് ടു തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ ഇൻറ്റു 1 മൈനസ് എ മൈനസ് 1 ആണ് കിട്ടി. ഓക്കെ, ദെൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. ദെൻ 1 ഇംപ്ലൈസ് ദാറ്റ് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 തീറ്റ ഇ റൈസ് ടു തീറ്റ ഡി തീറ്റ എത്രയാണ് നമുക്ക്? ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു എ ഇൻറ്റു 1 മൈനസ് എ മൈനസ് 1 എന്ന്. ഓക്കെ, ഇത് നമ്മളിവിടെ ലിമിറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതായത് ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു എ ഇൻറ്റു 1 മൈനസ് എ മൈനസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 എന്ന് വരും. ഇത്രയാണ് വരാം. സെപ്പറേറ്റ് ആക്കിയതാണ്. ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു എ ഇൻറ്റു 1 മൈനസ് എ മൈനസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ പ്രാവശ്യം പറഞ്ഞ റിസൾട്ടാണ്. എന്താണ് ലിമിറ്റ് ഇങ്ങനെ എഴുതുന്നുണ്ട്. സോറി, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ബട്ട് ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ലിമിറ്റ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0, ബട്ട് ഇ റൈസ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റൈസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു എ എന്നാണ്. അപ്പോൾ എ ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് ഇവിടെ വരിക. സോ അതുകൊണ്ട് തന്നെ ഈ ടൈം എന്ത് വരും? നമുക്ക് 0 എന്ന് വരും. ഓക്കെ, മൈനസ് എ എന്ന് വരുന്നുണ്ട്, അത് ബോധയുടെ ആവേണ്ട. ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരുന്നതുകൊണ്ട് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. മൈനസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് കോൺസ്റ്റന്റ് ആണ് വരിക. സോ -1. സോ ദ ഫൈനൽ ആൻസർ ഈസ് -1. Okay. Since the limit is finite, the given improper integral is
the given improper integral is convergent and has the value minus 1. The next question, integral from minus infinity to 2 എന്നാണ് കേട്ടോ. രണ്ടും ഇൻഫിനിറ്റി ആണ് വായിക്കരുത്. ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 2 by x square minus 1 dx. ഓക്കെ, ദെൻ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ലിമിറ്റ് അപ്പർ ലോവർ ലിമിറ്റിലാണ് ഇവിടെ ഇൻഫിനിറ്റി വന്നിട്ടുള്ളത്. സോ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം a to minus 2 by x square minus 1 dx. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ മാത്രം നമ്മൾ ചെയ്യാണ് കേട്ടോ. ഇന്റഗ്രൽ ഫ്രം a to minus 2 by x square minus 1 dx. ഇതിന് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 by x square minus 1 എന്നുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മൾ a b എന്ന് അങ്ങനെ പറഞ്ഞ് എടുക്കാനൊന്നും പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ഫ്രം a to minus 2 by x minus 1 into x plus 1 എഴുതാം. ഏതാണല്ലോ x square minus 1 നമുക്ക് x minus 1 into x plus 1 dx എന്ന് എഴുതാം. ഇതിനെങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കും. ഫ്രം a to minus 2 1 by x minus 1 minus 1 by x plus 1 മാറോ? ഇല്ല, കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. x plus 1 മൈനസ് എക്സ് മൈനസ് 1 ആണ് ഇത്. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു 1 ഉണ്ടാവും. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 1 ആവും. 1 plus 1 എന്ന് പറയുമ്പോൾ 2 എന്ന് തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ x minus 1 into x plus 1 തന്നെ കിട്ടും. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ പഠിച്ചാന്ന് തോന്നുന്നു. നമ്മൾ ശരിക്കും ഇതിന് a by x minus 1 plus b by x plus 1 എഴുതും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് ഒക്കെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഎഫിഷ്യൻസ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. പക്ഷെ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ 1 by x minus 1 മൈനസ് 1 by x plus 1 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്റഗ്രൽ ഓഫ് 1 by x minus 1 എന്താണ് വരിക? ln of x minus 1 അല്ലെ? ln of x minus 1 ഫ്രം a to minus 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 by x plus 1 എന്ന് പറഞ്ഞാൽ എന്തുവരും? ln of x plus 1 from a to minus 2 എന്ന്. ഓക്കെ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ x equal to minus 2 എന്ന് കൊടുത്താൽ minus 2 minus 1 ln of minus 3 മൈനസ് a കൊടുക്കുമ്പോൾ ln of a minus 1 മൈനസ് ഇവിടെ minus 2 കൊടുത്തു കഴിഞ്ഞാൽ minus 2 plus 1 എന്ന് പറയുമ്പോൾ minus 1 ln of minus 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ln of a plus 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുക. ഈ ഇന്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഈ രണ്ട് ടേമും ഒന്നിച്ച് ചെയ്താൽ നമുക്ക്. അപ്പോൾ നമുക്കറിയാം log a മൈനസ് log b, log a ln a മൈനസ് ln b എന്ന് പറഞ്ഞാൽ എന്താണ്? ln a by b ആണ്. ഓക്കെ, അതൊക്കെ അറിയുന്ന റിസൾട്ടാണ്. അപ്പോൾ അതുപോലെ ln മൈനസ് 3 മൈനസ് ln മൈനസ് 1 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ln of a by b എന്നുള്ളതിൽ മൈനസ് 3 മൈനസ് 1 എഴുതാം. അതുപോലെ തന്നെ ഈ രണ്ട് ടേമില്ലേ log a plus 1 മൈനസ് log a minus 1 എന്നുള്ള ടൈമിൽ നമുക്ക് ഇതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ln a plus 1 by a minus 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ln ഓഫ് മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തപ്പോൾ ln ഓഫ് 3 മൈനസ് ln ഓഫ് a plus 1 by a minus 1. ഇത്രയാണ് നമുക്ക് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഫ്രം a to minus 2 by x square minus 1 dx എന്ന് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെയാണല്ലോ. നമ്മളിവിടെ ഇക്വേഷൻ നമ്മളിവിടെ 1 എന്ന് ഇട്ട് കൊടുത്തതാണ്. നമുക്ക് വേണ്ടത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. സോ 1 implies that integral from minus infinity to minus 2 dx by x square minus 1 is equal to limit a tends to minus infinity ln 3 minus ln of a plus 1 by a minus 1. ഓക്കെ, ln 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ കോൺസ്റ്റന്റിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ തന്നെയാണ് നമുക്ക് കിട്ടുക, ആ കോൺസ്റ്റന്റ് തന്നെയാണ് കിട്ടുക. സോ ln 3 മൈനസ് ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ln ഓഫ് a പ്ലസ് 1 ബൈ a മൈനസ് 1. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ശരിക്കും ഈ ടൈമിന് ഒന്നുകൂടെ എഴുതാം. ln 3
മൈനസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ln ഓഫ് ഒരു ടൈമിൽ എനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1 + 1/a എന്ന് വരും. ഡിനോമിനേറ്ററിലും ഈ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 - 1/a എന്ന് വരും അല്ലേ. then ഈ എയും ക്യാൻസൽ ചെയ്ത് പോയാലോ പിന്നെ ഇവിടെ ജസ്റ്റ് എന്തേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ലത്. ln3 മൈനസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ln ഓഫ് 1 + 1/a by 1 - 1/a അങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ln ഓഫ് ലിമിറ്റ് ഓഫ് എന്താ വരിക? ln3 മൈനസ് ln ഓഫ് ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്കാണ് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയിക്കോട്ടെ പ്ലസ് ഇൻഫിനിറ്റി ആയിക്കോട്ടെ 1/a എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ആണ്. ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/a = 0 ആണ്. സോ ഈ രണ്ട് ടേമിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമും ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0 ആവും, ഈ ടേമും ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0 ആവും. സോ നമുക്ക് ജസ്റ്റ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ln ഓഫ് 1/1 എന്ന് വരും അല്ലെ. 1/1 എന്ന് പറയുമ്പോൾ 1 ആണ്. ln 1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ln 1 = 0 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് ln ഓഫ് 3. അപ്പൊ എന്താണ് ചെയ്തതെന്ന് കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ln3 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ തന്നെ കിട്ടും, ln3 എന്ന് കിട്ടും. ഇവിടെ ജസ്റ്റ് എനെ ന്യൂമറേറ്ററൊന്നും ഡിനോമിനേറ്ററൊന്നും ഔട്ട് സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആ ടേം എന്താണ്? 1 + 1/a by 1 - 1/a എന്നാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/a എന്ന് വരും. സോ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/a എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ജസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ഉണ്ടാവുള്ളൂ? ln ഓഫ് 1 എന്ന് ഉണ്ടാവുള്ളൂ. ബട്ട് ln ഓഫ് 1 = 0 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് ln ഓഫ് 3 എന്ന് കിട്ടും. സോ ഇതൊരു ഫൈനൈറ്റ് വാല്യൂ, ലിമിറ്റ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജന്റ് ആണെന്നും ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, ln ഓഫ് 3 ആണെന്ന് കിട്ടും. ലാസ്റ്റ് പ്രോബ്ലം ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി dx by x² + 4 അല്ലേ. ഈ കേസിൽ രണ്ട് ലിമിറ്റും ഇൻഫിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ബൈ ഡെഫിനിഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യം തന്നെ ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 dx by x² + 4 പ്ലസ് ഇന്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി dx by x² + 4 എന്ന് എഴുതാന്ന് പറഞ്ഞു. ദെൻ എന്താണ് പറഞ്ഞത്? ഇന്റഗ്രൽ ഫ്രം ഇവിടെ എന്താണ് ബൈ ഡെഫിനിഷൻ? ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം a ടു b dx by x² + 4 പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം 0 ടു b dx by x² + 4. ഓക്കെ, ഇത്രയാണ് വന്നത്. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടോ. സോറി, ഇവിടെ എന്താണ്? ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഫ്രം എ ടു 0 എന്നാണ് കേട്ടോ. സോറി ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം എ ടു 0 dx by x² + 4 പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം 0 ടു b dx by x² + 4. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇന്റഗ്രൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് ഇതിൽ പുട്ട് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽ ഫ്രം ഫസ്റ്റ് ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഫ്രം a ടു 0 dx by x² + 4. ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്റഗ്രേഷൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെ തന്നാൽ നമുക്ക് ചെയ്യാൻ അറിയണം. ഇതൊരു സിമ്പിൾ ഇന്റഗ്രൽ ആണ്, റിസൾട്ട് ആണ്. ഇത് എന്താണ് ശരിക്കും? നമുക്ക് ഇന്റഗ്രൽ ഫ്രം a ടു 0 dx by x² + 2² എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇത് 1/x² + a² dx എന്നാണ്. 1/x² + a² dx. ഇത് ശരിക്കും എന്താണ്? 1/a tan inverse of x/a ആണ്. എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1/x² + a² dx ഈക്വൽ ടു 1/a tan inverse x/a. ഇപ്പം ഇവിടെ എ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ എയും ഈ എയും കൂടെ മാറിപ്പോകില്ല. എന്നാൽ വേറെ ഏതെങ്കിലും ലെറ്റർ എഴുതാം. സം യു എന്ന് എഴുതാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് യു എന്നിടത്ത് എക്സ് വേരിയബിളും യു കോൺസ്റ്റന്റ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1/x² + u² dx ഈസ് ഈക്വൽ ടു 1/u ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/u എന്നാണ്. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഓക്കെ, ഇത് അതേ ഫോമിലാണ് 1/x² + u² എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഇവിടുത്തെ u എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
ആൻസർ എന്താണ് 1/u. അപ്പോൾ 1/2 tan inverse ഓഫ് x/u. x/u എന്ന് പറയുമ്പോൾ ഇവിടെ 2. ദെൻ ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 കോൺസ്റ്റന്റ് അതിന് ഔട്ട് സൈഡ് എടുത്തു. സോ a to 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വന്നു 1/2 ഇൻറ്റു tan inverse ഓഫ് 0 മൈനസ് tan inverse ഓഫ് a/2 എന്ന് വരും. ഓക്കെ, ബട്ട് tan inverse ഓഫ് 0 is equal to 0 ആണെന്ന് നമുക്കറിയാം. സോ ജസ്റ്റ് എന്ത് വരും മൈനസ് tan inverse ഓഫ് a/2. അപ്പോൾ മൈനസ് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ മൈനസ് 1/2 ഇൻറ്റു tan inverse ഓഫ് a/2 എന്ന് വരും. ഈ ഒരു ഇന്റഗ്രൽ ചെയ്ത് ഇന്റഗ്രൽ ഫ്രം a to 0 dx/x² + 4 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു മൈനസ് 1/2 ഇൻറ്റു tan inverse ഓഫ് a/2. ഇതേപോലെ നമുക്ക് ഇന്റഗ്രൽ ഫ്രം 0 to b കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഫ്രം 0 to b dx/x² + 4. ഇതേ ഫോം തന്നെയാണ് നമുക്കുള്ളത്. ജസ്റ്റ് എന്ത് മാത്രമേ വ്യത്യാസം, ഈ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് മാത്രമുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 1/2 tan inverse ഓഫ് x/2 ഫ്രം 0 to b എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്താൽ tan inverse ഓഫ് b/2 എന്ന് വരും അല്ലേ. മൈനസ് 0 കൊടുക്കുമ്പോൾ tan inverse ഓഫ് 0 എന്നാണ്. ദാറ്റ് ഈസ് 0 എന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ത് കിട്ടി 1/2 ഇൻറ്റു tan inverse ഓഫ് b/2 എന്ന് കിട്ടി. ഓക്കെ, ഈ രണ്ട് വാല്യൂ കിട്ടി. രണ്ട് വാല്യൂ നമ്മൾ ഈക്വേഷൻ 1 കൊടുക്കുക. ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക ഇന്റഗ്രൽ ഫ്രം മൈനസ് 1 implies that integral from minus infinity to plus infinity dx/x² + 4 is equal to limit a tends to minus infinity എന്താണ് മൈനസ് 1/2 ഇൻറ്റു tan inverse ഓഫ് a/2 പ്ലസ് ലിമിറ്റ് b tends to infinity 1/2 ഇൻറ്റു tan inverse ഓഫ് b/2. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം, അപ്ലൈ ചെയ്യണം. ഇവിടെ മൈനസ് 1/2 കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു മൈനസ് 1/2. ഇവിടെ എന്താണ് tan ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ രണ്ട് കേസിന്. ഇപ്പോൾ ഇവിടെ tan inverse ഓഫ് മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും നമുക്ക് tan inverse ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഞാൻ പറഞ്ഞു നേരത്തെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പോൾ tan inverse ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് മൈനസ് π/2 പ്ലസ് ഇവിടെ 1/2 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു. ദെൻ ലിമിറ്റ് b ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി tan inverse ഓഫ് b/2 എന്നാണ്. അപ്പോൾ tan inverse ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് π/2. ഓക്കെ, tan inverse ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് π/2 ആൻഡ് tan inverse ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു പ്ലസ് π/2. സോ മൈനസ് 1/2 ഇൻറ്റു മൈനസ് π/2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് π/4 പ്ലസ് π/4 എന്ന് വരും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് π/2 is the final answer. ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട് π/2 ആണ്. നമ്മൾ എല്ലാ കേസും ചെയ്തിട്ടു. അപ്പോൾ ഫസ്റ്റ് അതായത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ ലോവർ ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നാൽ എന്താണ്, അപ്പർ ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നാൽ, രണ്ട് ലിമിറ്റിലും ഇൻഫിനിറ്റി വന്നാൽ, ആ മൂന്ന് കേസിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. നമ്മൾ ചെയ്ത പ്രോബ്ലംസിലൊക്കെ തന്നെ നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ ലിമിറ്റ് വാല്യൂ ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗിവൺ ഇംപ്രോപ്പർ ഇന്റഗ്രലും കൺവേർജന്റ് ആണെന്നും അതിന്റെ വാല്യൂ ആ ലിമിറ്റ് വാല്യൂ ആണെന്നാണ് നമ്മൾ എഴുതിയത്. ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി എന്ന ആൻസർ കിട്ടാം. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്താൽ മതി, എന്താണ് ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രലും ഡൈവേർജന്റ് ആണ്, അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഇല്ല എന്ന് എഴുതാം. ഈ ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ വരുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് മെത്തേഡ്സ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.